തിരുവചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 48-ാമത്തെ വചനമാണ്. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കുന്ന ഈശോ. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് അതാണ്. ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മലമുകളിലേക്ക് പോയത്. ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. അവർ വഞ്ചി തുഴഞ്ഞ് അക്കരെ പോവാൻ. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് അവർ എങ്ങനെ ശ്രമിച്ചിട്ടും തുഴഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാം എന്നായിരുന്നു ഈശോയുടെ മനസ്സിലെ പ്ലാൻ. പക്ഷേ ആ പ്ലാനൊക്കെ തെറ്റിച്ചിട്ട് പെട്ടെന്ന് ഒരു പലവിചാരം ഈശോയുടെ മനസ്സിലേക്ക് വരികയാണ്. അവർ അസ്വസ്ഥരാകുന്നുണ്ട്. അവർ വഞ്ചി തുഴഞ്ഞ് മടുക്കുന്നുണ്ട്. അവർ വഞ്ചി തുഴഞ്ഞ് അവശരാകുന്നുണ്ട്. തിരുവചനം കൃത്യമായിട്ട് പറയുന്നു, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. മലമുകളിലിരിക്കുന്ന ഈശോ ദൂരെയുള്ള ശിഷ്യന്മാരുടെ അവശത മനസ്സിലാക്കുന്നു. ഉടനെ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെ സഹായിക്കാൻ, ഇവരെ രക്ഷിക്കാൻ, ഇവർക്കൊരു കൈത്താങ്ങ് കൊടുത്ത് ഇവരെ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈശോ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. വേണമെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു, പ്രാർത്ഥനയുടെ സമയമാണ്, ഇപ്പം എന്താണേലും ഇറങ്ങി പോകുന്നില്ല, ഇപ്പം എഴുന്നേറ്റ് പോയാൽ പകലൊട്ടും സമയം കിട്ടത്തില്ല, അതുകൊണ്ട് ഈ സമയം തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അവരെന്നെ വേണേലും കാണിക്കട്ടെ, ഇച്ചിരി അധികം നേരം തുഴയണമെന്നല്ലേ ഉള്ളൂ, അവരങ്ങ് പോയിക്കൊള്ളും. അങ്ങനെ ഒന്നും ഈശോ കരുതുന്നില്ല. അവർ അവശരായി എന്ന് മനസ്സിലാക്കിയ സെക്കൻഡ് നേരം കൊണ്ട് തന്നെ ഈശോ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇതാ കടലിൻ്റെ മീതെ നടന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തിരമാലകളോ കടലോ അതൊന്നും ഈശോയ്ക്ക് ഒരു തടസ്സമായിട്ട് മാറുന്നില്ല. അതിനെയൊക്കെ അതിജീവിച്ച് ഈശോ കടന്നു ചെല്ലുകയാണ്. മനസ്സിലാക്കുകയാണ് ഈശോ ശിഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ്. മറ്റൊരാളെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഇതിനേക്കാളും വലിയ മനസ്സാകണം എൻ്റേത്. ആ ഒരാളെ, എൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയെ എനിക്ക് ഉൾക്കൊള്ളണമെങ്കിൽ എൻ്റെ മനസ്സ് അതിലും വലുതാകണം. ചെറിയ പാത്രത്തിൽ വലിയ പാത്രം വെക്കാൻ പറ്റത്തില്ലല്ലോ. ചെറിയ പാത്രത്തിന് അതിലും ചെറിയ പാത്രങ്ങളെ വെക്കാൻ പറ്റത്തുള്ളൂ. വലിയ പാത്രങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സ് എത്രത്തോളം വിശാലമാണോ അതിനനുസരിച്ച് ഈ മനസ്സിലേക്ക് ദൈവജനത്തെ ചേർത്ത് വയ്ക്കാൻ, പ്രിയപ്പെട്ടവരെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. ഈശോയുടെ മനസ്സ് ഏറെ വിശാലമായിരുന്നു. ഇന്ന് നമ്മുടെക്കിടയിൽ ഉള്ള ഒരു വലിയ സങ്കടം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെ പറയാം, മനസ്സിലാക്കാൻ ആരുമില്ല, തിരിച്ചറിയാൻ ആരുമില്ല. എല്ലാം ഒരു യാന്ത്രികത പോലെ അനുഭവപ്പെടുകയാണ്. നേരം വെളുക്കുന്നു, എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, വിശ്രമിക്കുന്നു, പിന്നെ അങ്ങനെ അങ്ങ് സാധാരണ പോലെ കഴിഞ്ഞു പോകുന്നു. ഒന്നും മനസ്സിലാക്കാൻ, എന്തേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കുറച്ച് നാൾ മുമ്പ് വരെ നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ, എന്തേ മുഖം വാടിയിരിക്കുന്നു, എന്തേ കണ്ണ് നിറയുന്നു, എന്തേ ഇന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, എന്തേ അധ്വാനിക്കാൻ ഒരു അലസത പോലെയുള്ളത്, ചോദിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ലാത്ത അനുഭവം. ഒരു വീട്ടിനുള്ളിൽ കഴിയുന്നവർ പോലും പരസ്പരം മനസ്സിലാക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു മുറിക്കുള്ളിലാണ് കഴിയുന്നതെങ്കിൽ പോലും അവിടെയും പരാജയപ്പെട്ടു പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ ഈശോ മനസ്സിലാക്കുന്ന ഒരു അനുഭവം നമ്മൾ വായിക്കുകയാണ്. ഈശോ മനസ്സിലാക്കുന്നു ശിഷ്യന്മാരെ. അവർ തുഴഞ്ഞ് എത്ര പ്രാവശ്യം അതിനു മുമ്പ് അവർ വഞ്ചി തുഴഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ എത്രയോ അവരുടെ ജീവിതം മുഴുവൻ കടലിലാണ്. അവർ വഞ്ചി തുഴഞ്ഞ് നല്ല പ്രാക്ടീസ് ഉള്ളവരാണ്. എന്നിട്ടും അവർ അവശരായിരുന്ന ആ സമയത്ത് ഈശോ പ്രത്യേകം കാണുന്നു. ഈശോ എല്ലാ പദ്ധതികളും മാറ്റിവെച്ച് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ അവശയായി എന്ന് നീ കരുതുന്നുവെങ്കിൽ ഈ സമയം ഇത് കർത്താവിൻ്റെ സമയമാണ്. നിന്റെ അടുത്തേക്ക് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ നിനക്ക് കാണാൻ പറ്റും. നീ മടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ, നീ അവശതയിലേക്ക് എത്തി എന്ന് നിന്റെ മനസ്സ് പറയുന്നുവെങ്കിൽ ഈ സമയം ഈശോ നിന്റെ അടുത്തേക്ക് വരികയാണ്. മനസ്സിലാക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നു. ഏത് സാഹചര്യമാണെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് കഴിയും. എത്ര വലിയ നീ ഹൃദയം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സ് വായിക്കാൻ നിന്റെ ഈശോയ്ക്ക് കഴിയും. ആരോടും പറയണമെന്നില്ല. നീ ഒരു പക്ഷെ നിന്റെ വേദനകൾ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ നിന്റെ മനസ്സിൽ മാത്രം ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ. ആരോടും അഭിമാനം ഓർത്തിട്ടാകാം, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം, അതുകൊണ്ടൊക്കെ ആകാം, പല കാരണങ്ങളാകാം. നീ ആരെയും അറിയിച്ചിട്ടില്ല. നിന്റെ ഉള്ളു മുഴുവൻ നീറി പുകയുന്നുവെങ്കിൽ, മടുത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നീ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈശോ നിന്നെ അന്വേഷിച്ച് ഇപ്പോൾ വരികയാണ്. നിന്റെ ഈശോയ്ക്ക് നിന്റെ മനസ്സിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നിന്റെ ഈശോയ്ക്ക് ഇപ്പോൾ നിന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. നീ തളരല്ല്, നീ ധൈര്യം നഷ്ടപ്പെട്ടു പോകല്ല്, കൂടുതൽ ശക്തി ആർജിക്കുക. നിന്റെ ഈശോയ്ക്ക് നിന്നെ മനസ്സിലാക്കാം, നിന്നെ വായിച്ചറിയാം, നിന്നെ തിരിച്ചറിയാം, നിന്റെ അവസ്ഥ എന്താന്ന്.
പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? എത്രയോ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ. മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കണ കാണുമ്പോൾ കൊതിയോടെ എനിക്കും ഒന്ന് ഈശോയെന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ധ്യാന സെൻ്ററിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള സഹോദരങ്ങളെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കുറേ അധികം പേര് ഹൃദയം തുറന്ന് യേശുവേന്ന് വിളിക്കുമ്പോൾ കുറേ പേരിങ്ങനെ മരവിച്ച മനസ്സോടെ നിൽക്കും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വലിയ ഇഷ്ടമുണ്ട് അവർക്ക്, വലിയ ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ. ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് ഏകാഗ്രതയോടെ എല്ലാം ഒന്ന് മറന്നിട്ട് ഈശോയെന്നൊന്ന് വിളിക്കാൻ കൊതിയുണ്ട്. പക്ഷെ കഴിയുന്നില്ല, നഷ്ടപ്പെട്ടു പോയി ആ ചൈതന്യമൊക്കെ, ആ കൃപയൊക്കെ ചോർന്നു പോയി, പ്രാർത്ഥിക്കാൻ കഴിയാതെ തളർന്നു പോകുന്നു. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ചിട്ട് ചോര വിയർത്ത് പ്രാർത്ഥിക്കാൻ. അത്രയും കഠോരമായ മാനസിക പീഡ അനുഭവിക്കുന്ന സമയമാണ്. ശിഷ്യന്മാരിരുന്ന് ഉറങ്ങുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്നു, അവരെപ്പോഴും ഉണ്ടല്ലോ കൂട്ടത്തിൽ. അവർ 3 പേരിരുന്ന് ഉറങ്ങുകയാണ്. ചെന്നു അടുത്തേക്ക്, എന്താ നിങ്ങൾ ഉറങ്ങുന്നത്? പ്രാർത്ഥിക്ക്, എഴുന്നേറ്റിരിക്കുക, പ്രാർത്ഥിക്ക്. പത്രോസെ ഉറങ്ങുവാണോ നീ? എഴുന്നേറ്റിരിക്കുക. ആ ഈശോയെ എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. അതെ, സെക്കൻഡ് നേരം കൊണ്ട് പിന്നെ ഉറങ്ങിപ്പോയി. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, നിന്നെ മനസ്സിലാക്കും ഈശോ. നിന്റെ തളർച്ചയും നിന്റെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയും ഈശോ കാണുന്നു. ഈശോ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി. നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ആ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദര, സഹോദരി, നീ ഒരിക്കലും ആത്മീയമായി പുറകോട്ട് പോകേണ്ടയാളല്ല. നീ ഒരിക്കലും പുറകോട്ടേക്ക് നടക്കേണ്ടയാളല്ല. നിന്നെ ഈശോ സഹായിക്കുന്ന സമയം, നിന്നെ ഈശോ ബലപ്പെടുത്തുന്ന സമയം, എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നൊരു ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും മനസ്സിലാക്കുന്നൊരു ഈശോ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ്. ആരുമില്ല, ഏകാന്തതയാണ് മുഴുവൻ, ഒറ്റപ്പെടലാണ് മുഴുവൻ, ആരുമില്ല എന്നൊക്കെ പറയുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ബെത്സൈദ കുളക്കരയിൽ 38 വർഷം തളർവാദ രോഗം പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു. 38 വർഷമാണ് അവൻ കിടന്നത്. ആ സഹോദരൻ്റെ അടുത്തേക്ക് ഈശോ കടന്നു ചെന്നു. എന്നിട്ടൊരു ചോദ്യം, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാ ഒരു ചോദ്യം നമുക്കൊക്കെ തോന്നിപ്പോവും. ഈശോ ചോദിച്ചത് അവൻ്റെ മനസ്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ മനസ്സിലുള്ളതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈശോ അങ്ങനെ ചോദിക്കുക. ആഗ്രഹമുണ്ടോ നിനക്ക്? നമുക്ക് തോന്നിപ്പോവും, ആഗ്രഹമില്ലെങ്കിൽ പിന്നെ കുളക്കരയിൽ വന്ന് കിടക്കണോ? വീട്ടിൽ കിടന്നാൽ പോരെ? എന്തിനാ ഇവിടെ വന്ന് കിടക്കണത്? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സഹോദരനോട് നിനക്ക് ആഗ്രഹമുണ്ടോ മോനേന്ന് ചോദിച്ച പാടെ ഒറ്റ ഉത്തരവാണ്. അവനധികം ആലോചിച്ച് ഉത്തരം പറയാൻ, വാക്കുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, ക്ലേശമൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് അവൻ ഉത്തരം പറഞ്ഞു. എന്തായിരുന്നെന്നറിയോ? യേശുവേ, കുളത്തിൽ വെള്ളം ഒഴുകുമ്പോൾ എന്നെ സഹായിക്കാൻ എനിക്കാരുമില്ല. അവൻ്റെ ശരീരം തളർന്നു പോയി, വേദനയുണ്ട്, വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതല്ല പറഞ്ഞത്. എനിക്ക് ആരോഗ്യം വേണം, അതല്ല പറഞ്ഞത്. എനിക്കാരുമില്ല, മനസ്സ് വേദനിക്കുന്നു വല്ലാതെ, എനിക്കാരുമില്ല. വേദനിക്കുന്ന ആ സഹോദരൻ്റെ അരികിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയിട്ട്. കൂടെ എല്ലാവരും ഉണ്ട്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണുകയല്ലേ? ആ സഹോദരൻ എന്നാണേലും ഒരു അപ്പനും അമ്മയൊക്കെ കാണും. അപ്പനും അമ്മ, ഇനി അവർ രണ്ടുപേരും മരിച്ചു പോയെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ദൂരെയാണ്, അടുത്തില്ല, ഏതെങ്കിലും ഒരു സഹോദരൻ കാണുകയല്ലേ? ഒരു പെങ്ങളോ ഒരു ചേട്ടനോ അനുജനോ, ഇനി അവരൊക്കെ പോട്ടെ, അയൽപക്കക്കാരെങ്കിലും കാണുകയല്ലേ? സുഹൃത്തുക്കളെങ്കിലും കാണുകയല്ലേ? കസിൻസ് എങ്കിലും ആരെങ്കിലും കാണുകയല്ലേ? ആരുമില്ലായിരുന്നു. അവൻ്റെ മനസ്സ് വായിക്കാനോ അവനെ ആശ്വസിപ്പിക്കാനോ അവനാരുമില്ല. ആ വേദന ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈശോ വന്നിട്ട് ചോദിക്കുക, നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈശോ ഈ ഉത്തരം കേട്ടപ്പാടെ എനിക്ക് ആരുമില്ലാന്ന് കേൾക്കുന്ന സമയം തന്നെ ആ മകനെ സുഖപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്, മനസ്സ് വായിക്കുകയാണ്, അവനെ മനസ്സിലാക്കുകയാണ്. അവൻ്റെ ഏകാന്തതയും അവൻ്റെ ഒറ്റപ്പെട്ട അനുഭവവും അവൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും മുഴുവനും വായിച്ചറിഞ്ഞ് അവനെ ഇതാ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. അതുവരെ കിടന്ന കിടപ്പായിരുന്നെങ്കിൽ, 38 കൊല്ലം അവൻ കിടന്ന കിടപ്പായിരുന്നെങ്കിൽ, ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആ സഹോദരനെ ഈശോ അനുവദിക്കുകയാണ്. ഈശോ മനസ്സിലാക്കി. സമരിയാക്കാരി സ്ത്രീ, അവളെയും ഈശോ മനസ്സിലാക്കി. അവളത് പറയില്ലേ, എന്നെ മനസ്സിലാക്കി എൻ്റെ ഈശോ. സമരിയാക്കാരിക്ക് അത് മാത്രമല്ല എല്ലാവരോടും പറയാനുണ്ടായിരുന്നത്. അവൾ ഈശോയെ കണ്ടതിന് ശേഷം, ഈശോയെ സ്വീകരിച്ചതിന് ശേഷം അവളെ കൊടൊക്കെ അവിടെ വെച്ചിട്ട് കണ്ടവരോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ദേ ഈശോയെ കണ്ടു ഞാൻ, ഈശോ എന്നെ മനസ്സിലാക്കി, നിങ്ങളും വന്ന് കാണ്. എന്നെ മനസ്സിലാക്കിയ ഈശോ. സക്കേവൂസും അതല്ലേ പറഞ്ഞിട്ടുണ്ടാകുക, എന്നെ ഈശോ ഈശോ. മഗ്ദലന മറിയം പറഞ്ഞു കാണുകയല്ലേ, എന്നെ മനസ്സിലാക്കിയ ഈശോ. പാപം ചെയ്തിട്ട് എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ഒടുവിൽ ഈശോയുടെ വാക്കുകൾ കേട്ടിട്ട് കല്ലൊക്കെ ആയിട്ട് അവരെല്ലാവരും ഇട്ടിട്ടുപോയി. ഈ സഹോദരി മാത്രം ബാക്കി. അവളും പറഞ്ഞു കാണുകയല്ലേ, എൻ്റെ ഈശോ എന്നെ മനസ്സിലാക്കി,
എൻ്റെ ഈശോ എന്നെ മനസ്സിലാക്കി. എല്ലാം തിരിച്ചറിയാൻ പറ്റും. നിൻ്റെ ഈശോയ്ക്ക് സകലതും തിരിച്ചറിയാൻ പറ്റും. നിൻ്റെ ഈശോ സകലതും മനസ്സിലാക്കും. വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് ഈശോ മനസ്സിലാക്കി. ഈശോ മനസ്സിലാക്കി. നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കള്, നിൻ്റെ മാതാപിതാക്കള് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നിൻ്റെ ഈശോ നിന്നെ മനസ്സിലാക്കുന്ന ഒരു സഹോദരി കുറച്ച് നാൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. നല്ല ഉയർന്നൊരു കുടുംബമാണ്. ഭർത്താവ് നല്ലൊരു ജോലിക്കാരനാണ്. സമൂഹത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നൊരു കുടുംബം. മക്കൾ 2 പേര്, 2 പെൺകുട്ടികൾ. ഒരാൾ മെഡിസിന് പഠിക്കുന്നു, ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. 2 മക്കളും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുകയില്ല. അവർ ദിവ്യകാരുണ്യം ദിവസവും സ്വീകരിക്കും. ഈശോയുടെ കൂടെ നടക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് ഈ ലോകത്തിലെ കൂട്ടുകാരേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഈശോയാണ്. 2 മക്കൾക്കും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ ദേവാലയത്തിൽ വന്നാൽ അവരേറ്റവും മുമ്പിലുണ്ട്. അവർ പുറകിലല്ല, ഏറ്റവും മുമ്പിൽ. ഈശോയെ അടുത്ത് കാണണം, ഈശോയുടെ അടുത്ത് നിൽക്കണം. ആ വലിയ കൊതി ആ മക്കളുടെ മനസ്സിൽ. അങ്ങനെയായി 2 മക്കളും. ഈ സഹോദരി മക്കളൊക്കെ ഈശോയെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, ഈശോയെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് അല്പം പോലും വിശ്വാസമില്ലാത്ത മനുഷ്യൻ. കുർബാനയ്ക്ക് ഞായറാഴ്ച പകുതിയാകുമ്പം വരും, തീരുന്നതിന് മുമ്പ് പോവും. എന്നാ പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല. എങ്ങനെ സ്നേഹിച്ചു പറഞ്ഞു നോക്കി, എങ്ങനെ സഹിച്ചു പറഞ്ഞു നോക്കി, എങ്ങനെയൊക്കെ പരിശ്രമിച്ചു, എല്ലാ പരിശ്രമവും പരാജയം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി, ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കാലങ്ങളായി. ഈ സഹോദരി എന്നോട് ഒരു കാര്യം പറഞ്ഞു. സിസ്റ്ററെ, വിവാഹം കഴിഞ്ഞിട്ട് 25ാമത്തെ വാർഷികമായിരുന്നു എൻ്റെ അടുത്ത് പറയുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്. ആ ദിവസത്തിൽ ഒത്തിരി ആഗ്രഹിച്ചു, ഈ 25 വർഷം തികയുന്ന അന്നെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ വന്നിരുന്നെങ്കിൽ. തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് ചോദിച്ചു, നാളെ നമുക്കൊന്ന് പള്ളി പോവാം, എൻ്റെ കൂടെ വരുമോ വിശുദ്ധ ബലിയർപ്പിക്കാൻ? ഉടനെ മനുഷ്യൻ കുറച്ച് വാക്കുകൾ അങ്ങ് പറഞ്ഞു. അത് വല്ലാതെ മുറിപ്പെടുത്തുന്നതായിരുന്നു. പള്ളിയിൽ വന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ വാക്കുകൾ അതിലേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഈ സഹോദരി എന്നോട് പറഞ്ഞു, അന്ന് രാത്രി വേദനിച്ചിട്ടാണ് കിടന്നത്. ആ പറയുന്നത് മക്കൾ കേട്ടായിരുന്നു. മക്കൾ പോലും വന്നിട്ട് ചോദിച്ചു, ഡാഡീനെ എങ്ങനെയാണ് മമ്മി സഹിക്കണത്, എങ്ങനെയാണ് ഡാഡിയുടെ കൂടെ മമ്മി സഹിക്കണത്? മക്കളോട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, ഡാഡി നല്ലവനാണ്, ഡാഡിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ്, ഡാഡിക്ക് ആ സ്നേഹം ഈശോയുടെ കയ്യിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ്. മക്കൾ ഡാഡിയെ വെറുക്കണ്ട, ഡാഡിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. ഈ സഹോദരി പറയുന്നു, അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പം നേരം വെളുക്കുന്നവരെ ഒരു സ്വപ്നം, ഒരേ ഒരു സ്വപ്നം, വെളുക്കുന്നവരെ മണിക്കൂറുകൾ കണ്ടൊരു സ്വപ്നം. ഏതോ ഒരു ദേവാലയത്തിൽ അൾത്താരയും തിരുസക്രാരിയും ഒക്കെ ആ ഭാഗം അവിടെയാണ് കാണുക. അവിടെ കുറേ അധികം മാലാഖമാർ നിന്ന് പൂക്കൾ അറേഞ്ച് ചെയ്യുകയാണ്. മുഴുവൻ പൂക്കൾ വാസിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കുന്നവരെ ഒരു സ്വപ്നമായിരുന്നു. നേരം വെളുത്തപ്പം പെട്ടെന്ന് കണ്ണ് തുറന്നപ്പം മാലാഖമാരെ കാണുന്നില്ല, ദേവാലയം ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ സഹോദരി എന്നോട് പറയുന്നു, 25 വർഷം ജീവിച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം, എൻ്റെ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ രാത്രി എനിക്ക് തന്നത്. ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു. ഭർത്താവ് വന്നില്ല എന്നോ, അല്ലെങ്കിൽ ഭർത്താവിന് വിശ്വാസം ഇതുവരെയും കിട്ടിയില്ല എന്നോ, ആ സങ്കടമൊക്കെ കംപ്ലീറ്റ് പോയി. എൻ്റെ ഭർത്താവ് സ്നേഹമുള്ളവനാണ്, ഒരുപാട് സമൂഹത്തിൽ നന്മ ചെയ്യുന്നവനാണ്. സമൂഹത്തിൽ ഒരാൾക്കും, അയൽപക്കത്തോ നാട്ടുകാർക്കോ ആർക്കും ഈ മനുഷ്യനെക്കുറിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ ഞങ്ങൾക്ക് തരേണ്ടതൊന്നും തരാൻ, അതിലുപരി വിശ്വാസത്തിൻ്റെ മേഖലയിൽ പാളിച്ചകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പരാതിയില്ല, ഒരു സങ്കടവുമില്ല. ആ രാത്രി ആ മാലാഖമാരെ കണ്ടതോടുകൂടെ തിരുസക്രാരിയിൽ നിശബ്ദമായിട്ട് തന്നെ അനുഗ്രഹിച്ച് ഈശോയുടെ സാന്നിധ്യം ആ രാത്രി മുഴുവൻ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും എനിക്ക് ആ ഒരു കാര്യത്തെ ഓർത്ത് സങ്കടം തോന്നിയിട്ടില്ല. ഈശോ എൻ്റെ കൂടെയുണ്ട്. എത്ര മാലാഖമാരുണ്ടാവും ഞങ്ങളുടെ വീട്ടിലും. ദേവാലയത്തിൽ മാത്രമല്ലല്ലോ, ഈശോയെ സ്നേഹിക്കുന്നവരുടെ കൂടെ മാലാഖമാരുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ വീട്ടിൽ മുഴുവനും മാലാഖമാരുണ്ട്, എൻ്റെ മക്കളുടെ കൂടെയുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ മാലാഖമാരുണ്ട്. മാലാഖമാരുണ്ടെങ്കിൽ ഈശോ അവിടെ ഉണ്ടെന്ന് ഉറപ്പ്, ഈശോ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുണ്ടെന്ന് ഉറപ്പ്, അങ്ങനെയെങ്കിൽ വിശുദ്ധ യൗസപിതാവും അവിടെ ഉണ്ടെന്ന് ഉറപ്പ്. ഇവരും എല്ലാവരും ഉണ്ടെങ്കിലോ സ്വർഗത്തിലെ വിശുദ്ധരെല്ലാവരും ഉണ്ട്. എൻ്റെ വീട് എപ്പോഴും ഒരു സ്വർഗീയ ഭവനം പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് സങ്കടമില്ല സിസ്റ്ററെ, എൻ്റെ ഭർത്താവിന് ഈ ഒരു കൃപ കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരു പിണക്കവും എനിക്കില്ല, ഞാൻ ഒരിക്കലും മുഖം വാടിയിട്ടില്ല, കണ്ണ് നിറഞ്ഞ് എൻ്റെ ഭർത്താവിനെ ഞാൻ കാണിച്ചിട്ടില്ല. ചിരിച്ചും പ്രസന്നവദനയായും സന്തോഷത്തോടും കൂടെ മാത്രമേ എൻ്റെ വീട്ടിൽ ഞാൻ നടന്നിട്ടുള്ളൂ. ഇപ്പോഴും എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വിശ്വാസം മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണേന്ന്, ഈശോയെ ഒന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം കൊടുക്കണേ, അത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരു പരാതിയില്ല. ഈശോ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഈ സഹോദരി ചുറ്റുമുള്ളവരെയും കൂടെയുള്ളവരെയും മനസ്സിലാക്കാൻ ഒരു വലിയ കൃപ സ്വന്തമാക്കുക.
വലിയൊരു കൃപ. കൂടെയുള്ളവർക്ക് എന്തേറെ കുറവുകളുണ്ടെങ്കിലും എത്രമാത്രം പോരായ്മകളുള്ളവരാണെങ്കിലും അവരെ മനസ്സിലാക്കാനുള്ള കൃപ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുകയാണ്. വേദനിക്കുന്നവരെയോ തകർന്നു പോകുന്നവരെയോ കാണുമ്പോൾ അവരെ മനസ്സിലാക്കാൻ, അവരുടെ അവശതയും അവരുടെ ഇല്ലായ്മയും തിരിച്ചറിയാൻ ആ കൃപ കിട്ടുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. വലിയ വില കൊടുത്തിട്ട് തന്നെ ഈ കൃപ ഏറ്റുവാങ്ങുമ്പോൾ നമുക്കും സന്തോഷിക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരു വലിയ ഭാഗ്യം നമുക്ക് കിട്ടുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറഞ്ഞ ഒരു സംഭവം ഓർക്കാൻ. ബിഷപ്പിൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം. വൈദികനായി അധിക നാൾ ആയില്ല, ഒരിക്കൽ തൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു വിശുദ്ധനായ വൈദികൻ, വലിയൊരു സുവിശേഷ പ്രഘോഷകൻ കടന്നു വരികയാണ്. അല്പം വൈകിട്ടുണ്ട്, രാത്രി സമയമായിട്ടുണ്ട്. അങ്ങനെ അന്ന് അല്പം അത്യാവശ്യം സംസാരമൊക്കെ കഴിഞ്ഞു, അവർ വിശ്രമിക്കാൻ പോയി. അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഈ അതിഥിയായിട്ട് വന്ന വൈദികൻ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വലിയ സുവിശേഷ പ്രഘോഷകനാണ്, യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ ചെന്നിട്ട് ചോദിച്ചു, എവിടേക്കാണ് പോണത്? ഇത്രയും നേരത്തെ എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ ഈ സുവിശേഷ പ്രഘോഷകനായ വൈദികൻ ഇങ്ങനെ പറഞ്ഞു, പ്രായമുള്ള വൈദികനാണ്, നല്ല പ്രായമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനും വേറൊരു വൈദികനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. അതല്പം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ നരഭോജികളായിരുന്നു മുഴുവനും. അവർക്ക് ക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം ആരാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പം ഈ കൂടെ ഉണ്ടായിരുന്ന വൈദികനെ നരഭോജികളെല്ലാവരും കൂടെ കൊന്നു, അവർ ഭക്ഷിച്ചു. എനിക്ക് അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ അവരൊന്നും ചെയ്യാതെ പറഞ്ഞു വിട്ടു. തിരിച്ചു വന്നിട്ട് ഞാൻ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആ സ്ഥലത്തേക്ക് പോവാണിപ്പോൾ. കാരണം വേറെ ആരും അങ്ങോട്ട് പോകില്ല, അവരൊരിക്കലും ഈശോയെ അറിയില്ല. ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഈശോയെക്കുറിച്ച് അവരോട് പറയണം, അവരും ഈശോയിലേക്ക് തിരിഞ്ഞു വരണം, അവരും ഈശോയെ മനസ്സിലാക്കണം. ഞാൻ ആ സ്ഥലത്തേക്ക് പോവാൻ, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ആ വൈദികൻ്റെ ജീവിതം, ആ വലിയ സാക്ഷ്യം ബിഷപ്പ് ഫുൾട്ടൻ ജഷീനെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഓർക്കാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനേകർ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ, യേശുവിൻ്റെ സ്നേഹം എന്തെന്നറിയാതെ വേദനിച്ച് കഴിയുന്നുവെങ്കിൽ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അവരുടെ കുറവുകളിലേക്ക് നോക്കാതെ, അവരുടെ പോരായ്മകൾ നോക്കാതെ, അവരുടെ ചീത്ത കൂട്ടുകെട്ടുകൾ, ശൈലികൾ, അവരിൽ നിന്ന് മാറ്റം വരേണ്ട മേഖലകൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കാതെ അവരുടെ മനസ്സ്, അവരുടെ അവസ്ഥ, അവരെങ്ങനെ ഇങ്ങനെയായി, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യണത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരമായിട്ട് അവർ പെരുമാറുന്നത്, എന്തേ അവരിങ്ങനെ സംസാരിക്കുന്നത്, എന്തേ അവരിങ്ങനത്തെ ഒരു ശൈലി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സംഭവം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. സഹോദര സഹോദരി, എത്രയോ അവസരങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്കും കിട്ടിയിട്ടുണ്ട്. എത്രയോ അവസരങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, എന്തേ അവരിങ്ങനെ ആയി എന്ന് തിരിച്ചറിയാൻ ഒന്ന് ശ്രമിച്ചാൽ, അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ പിന്നെ നമുക്ക് വേദനയില്ല, തളർച്ചയില്ല. ഒരമ്മ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. 25 വയസ്സ് പ്രായമുള്ള മകൻ ഒരു ദിവസം പോലും പകൽ സമയത്ത് വീട്ടിൽ നിൽക്കുകയില്ല. നേരം വെളുത്താൽ ഇറങ്ങിപ്പോവും. എവിടേക്കാണ് പോണേന്ന് അറിയത്തില്ല, ചോദിച്ചാൽ പറയത്തില്ല. മോനെ എങ്ങോട്ടാ പോണത്? ഒന്നും മിണ്ടുകയില്ല, ഒരു നോട്ടം, അതാണ് അവൻ്റെ ഉത്തരം. ഒരുപാട് സ്നേഹം കൊടുത്ത്, ഒരുപാട് സന്തോഷങ്ങൾ കൊടുത്ത്, വേണ്ടത് മുഴുവനും ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഏക മകൻ. 25 വയസ്സ് പ്രായമുണ്ട് അവന്. പള്ളി കയറുകയില്ല, പ്രാർത്ഥനയില്ല, വീട്ടിൽ സംസാരിക്കില്ല, എന്തു ചോദിച്ചാലും മറുപടിയില്ല. അതിരാവിലെ അവൻ കുറച്ച് ഫോണുകൾ വരും. അവൻ എഴുന്നേക്കണത് 8 മണി 9 മണിക്കായിട്ടാണ് സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ സമയത്ത് അനുസരിച്ച് അതിരാവിലെ ആ സമയത്ത് അവൻ എഴുന്നേൽക്കുന്ന പാടെ കുറേ ഫോൺ കോളുകൾ വരും. ആ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ അവൻ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങി. ഒരു ഗ്ലാസ് കാപ്പി പോലും അവന് വേണ്ട, ഒന്നും കഴിക്കുകയല്ല, ഭക്ഷണമൊന്നും വേണ്ട അവൻ ഇറങ്ങി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വല്ലപ്പോഴും 2 മണി 3 മണി ആകുമ്പം ചിലപ്പം കയറി വന്നെങ്കിലായി, ഇല്ലെങ്കിലായി. വന്നു കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെയും ഇറങ്ങിപ്പോവും. പിന്നെ വരണത് പാതിരാക്കാണ്. 12 മണി 2 മണി 3 മണി. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, ഇനി അവൻ വന്നാൽ വീട്ടിലേക്ക് കയറ്റുകയില്ല. നമ്മൾ ക്ഷമിക്കും തോറും അവൻ കൂടുതൽ നശിക്കുകയാണ്. അവനിനി വാതിൽ തുറന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ അമ്മ നിസ്സഹായയായി ഭർത്താവിനെ അനുസരിക്കണോ, മോനെ വീട്ടിലേക്ക് കയറ്റണോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭർത്താവ് നിർബന്ധം പറഞ്ഞു, നീ വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. ഭർത്താവ് സ്ട്രോങ് ആയി. ഈ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവൻ പറഞ്ഞാൽ അനുസരിക്കില്ല, ആര് പറഞ്ഞാലും അനുസരിക്കുകയല്ല, എത്ര വലിയവർ പറഞ്ഞാലും ഇവൻ ശ്രദ്ധിക്കത്തില്ല.
അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കുറേ പ്രാവശ്യം വാതിൽ തട്ടി നോക്കി, പക്ഷേ വാതിൽ തുറക്കാണ്ടായപ്പോൾ ഇവൻ വാതിൽ ജനലൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പം അപ്പച്ചൻ തന്നെ വന്ന് വാതിൽ തുറന്നു. കുറേ നിന്ന് കരഞ്ഞു ഇവൻ്റെ മുമ്പിൽ. ഇവനതൊന്നും ഒരു പ്രശ്നമല്ല, ഇവനതൊരു വിഷയമല്ല. അപ്പനും അമ്മയും ഒന്നും മിണ്ടാതെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. ഇവൻ വന്ന് വാതിലടച്ച് അകത്ത് കയറി. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഒരു ദിവസം പോലും ഈ മോനെ ഓർത്ത് കരയാത്തതില്ല. ഒരു ദിവസം പോലും ഈ മകൻ സ്വസ്ഥമായിട്ട് ഈ ഭവനത്തിൽ ഇരുന്നിട്ടില്ല. ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്, ചീത്ത ബന്ധങ്ങൾക്ക് അടിമയാണ്, ചീത്ത കൂട്ടുകെട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരമ്മ, ഒരപ്പച്ചൻ, ഒരു കുടുംബം മുഴുവൻ. നാട്ടുകാർക്കൊന്നും അറിയത്തില്ല, വേറെ ആർക്കും ഇവനുമായിട്ട് ബന്ധപ്പെടുന്നവരല്ലാതെ വേറെ ആർക്കും ഇവനെക്കുറിച്ച് ഒന്നുമേ അറിയത്തില്ല. അഭിമാനം ഓർത്തിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. കണ്ണു നിറഞ്ഞ് ഈ സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ എൻ്റെ മോന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത്. ഒരു മോൻ എനിക്കുള്ളത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തേറെ വേദന. ഇതുപോലെ വേദനിക്കുന്ന എത്ര അമ്മമാർ കാണും. അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് എന്തേറെ വേദനയുണ്ടാവും. മനഃപൂർവ്വം ബോധപൂർവം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന എത്രയോ മക്കള് ദൈവം എത്രയോ വേദനിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്ത് കരയാൻ ഇന്ന് എനിക്ക് കഴിയുന്നു. എൻ്റെ മോൻ എന്നാണെങ്കിലും തിരിച്ചു വരും, കാത്തിരിക്കുന്നു. ഈ മോനെ ഓർത്ത് ഇനി പരാതിയില്ല. ഇങ്ങനെ ഒരു മോനെയാണല്ലോ തന്നത് എന്ന് ഒരിക്കൽ പോലും ഈശോയോട് പറഞ്ഞിട്ടില്ല. പരാതിയില്ല. സാധിക്കുന്ന അത്രയും സമയം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ചെലവഴിക്കുന്ന ഒരമ്മ. മണിക്കൂറുകൾ വീട്ടിലെ പണി കഴിഞ്ഞാൽ ഓടി വരും. എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഈശോയുടെ അടുത്തേക്ക് ഞാൻ ഓടി വരും മണിക്കൂറുകൾ ഇരിക്കാൻ. ഒന്നും ഒരു ആശ്വാസവും ചില സമയങ്ങളിൽ കിട്ടാതെ പോയിട്ടുണ്ട്. ആരൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒരു സെക്കൻഡ് പോലും മനസ്സൊന്ന് തണുക്കാൻ മനസ്സൊന്നൊരു ബലം കിട്ടാതെ തളർന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കും തോറും ഞാൻ ബലപ്പെടുകയാണ്, ശക്തി കിട്ടുകയാണ്. വേറെ എവിടെ നിന്നും കിട്ടാത്ത ആശ്വാസം ദിവ്യകാരുണ്യനാഥൻ്റെ അരികിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവരെയും മനസ്സിലാക്കുന്ന ഈശോ എൻ്റെയും കൂടെയുണ്ട്, എന്നെ സഹായിക്കുന്നു ഈശോ. എൻ്റെ മോനെ ഓർത്ത് നിരാശയില്ല. ഞാൻ അവനെ ശപിച്ചിട്ടില്ല, ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. അവനെന്ത് വേണമെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ ഇപ്പോഴും കൊടുക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ആര് പറഞ്ഞാലും അനുസരിക്കില്ല. വികാരിയച്ഛൻ്റെ അടുത്തൊക്കെ പതുക്കെ പറഞ്ഞു. അച്ഛനൊന്നും അറിയാതെ പല രീതിയിൽ അവനെയൊക്കെ സംസാരിക്കാനൊക്കെ നോക്കി. ഒരു രക്ഷയില്ല. ആ കൂട്ടുകെട്ടിന്ന് വിടാൻ. ഇനി ഈ സ്ഥലം മാറ്റാൻ ഞങ്ങൾ ഇവിടുന്ന് വീട് വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ പലതും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു ഈ സഹോദരിയുടെ വാക്കുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ആശ്വാസം നേടുകയാണ്, എൻ്റെ മനസ്സിൽ ബലം കിട്ടുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഒറ്റൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അവൻ മരിക്കുന്നതിന് മുൻപ് ഈശോയുടെ മോനാവണം. ഈ അവസ്ഥയിൽ അവൻ മരിച്ചു പോകല്ല്. ഈ അവസ്ഥയിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകൽ. അപകടത്തിൽപ്പെട്ടോ, രാത്രിയൊക്കെ ബൈക്ക് ഓടിപ്പിച്ച് വരുമ്പോൾ കഞ്ചാവ് കഴിച്ച് മദ്യം കഴിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിപ്പിച്ച് വരുമ്പോൾ അപകടത്തിൽപ്പെട്ട എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥയിൽ മരിക്കില്ല. അവൻ ഈശോയെ എന്ന് അനുഭവിച്ചറിയുന്നുവോ അന്ന് അവൻ മരിച്ചു കൊള്ളട്ടെ, വീണ്ടും പാപം ചെയ്യാതെ. അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ അവസ്ഥയിൽ മാത്രം മരിക്കല്ലേ, അതിന് മാത്രം ഇടയാക്കല്ലേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഞാൻ തളരില്ല എന്ന് ആ സഹോദരി പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. സഹോദര, സഹോദരി, നിൻ്റെ ഈശോയ്ക്ക് അറിയാം നിൻ്റെ അവസ്ഥ എന്താന്ന്. നിൻ്റെ അവസ്ഥ അറിയാം. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണോ, നിൻ്റെ രോഗാവസ്ഥയാണോ, തകർച്ചകളാണോ? ഈശോയ്ക്ക് അറിയാം. വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കടലിൻ്റെ തീരത്തുകൂടെ നടന്നു വരാൻ, തിരമാലകളെ കീറി മുറിച്ച് വഞ്ചിക്കടുത്തേക്ക് ഓടി വരാൻ ഈശോയ്ക്ക് സമയമുണ്ട്, ഈശോയ്ക്ക് മനസ്സുണ്ട്. എത്ര പ്രതികൂലങ്ങളെയും അതിജീവിച്ച് നിന്റെ അടുത്തേക്ക് ഓടി വരാൻ ഈശോയ്ക്ക് മനസ്സുണ്ട്. നിരാശയിലേക്ക് വീണു പോകല്ല്. നിന്റെ നാഥൻ നിന്റെ അരികിൽ. കാണാൻ പറ്റുന്നുണ്ടോ ആ മുഖം? എങ്കിൽ സകലതും അവനോട് തുറന്നു പറയാം. ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്താം, കണ്ണുകൾ ഉയർത്താം. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ചുറ്റുമുള്ള വേദനിക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരാതിയും പരിഭവവും മാറ്റിവെച്ച് അവരെന്തേ അങ്ങനെയായി, ഏത് കാരണത്താൽ ഇങ്ങനെയായി ചിന്തിക്കാൻ, ബോധ്യപ്പെടാൻ, അവരെ സഹായിക്കാൻ, അവരെ മനസ്സിലാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ. എനിക്ക് ബലം തരണേ ഈശോയെ. മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന നിൻ്റെ ശൈലി സ്വന്തമാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.